Hi students, good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രെഡോം ഇക്വേഷൻസ് വിത്ത് സെപ്പറബിൾ കേണൽസ് എന്നുള്ളതാണ്. സെപ്പറബിൾ കേണൽസ് എന്ന് പറഞ്ഞാൽ കെ ഓഫ് എക്സ് ഐ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 to n എഫ് എൻ എക്സ് ജി എൻ സൈ എന്നുള്ള ഫോമിൽ നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ഫംഗ്ഷന് സൊല്യൂഷൻസ് y ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ സിഗ്മ എൻ ഈക്വൽ ടു 1 to n എഫ് എൻ എക്സ് സി എൻ എന്നുള്ള ഫോമിൽ. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നതിൽ n സൊല്യൂഷൻസ് ഉണ്ടാവും, n ഐഗൺ വാല്യൂസ് ഉണ്ടാവും. n ഐഗൺ വാല്യൂസ് വരുന്നതും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് വരുന്നതും നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഹിൽബർട്ട് ഷ്മിത്ത് തിയറിയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ്, ഇൻ ദോസ് കേസ് when the kernel k of xi of homogeneous Fredholm equation is not of the form 95 എന്നുള്ളത് നോക്കുക. k of xi is equal to sigma n equal to 1 to n fn x gn psi എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പം ഈ ഒരു ഫോമിലല്ല വരുന്നത് എങ്കിൽ, in particular if k of xi is given by different analytic expression in the intervals for which x less than psi and x greater than psi, there are generally infinitely many characteristic numbers lambda n, each corresponding to a characteristic function defined within an arbitrary multiplicative constant. എന്ന് വെച്ച് കഴിഞ്ഞാൽ k of xi എന്ന് പറയുന്നത് ഈ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലല്ല വരുന്നത് എങ്കിൽ, പെർട്ടിക്കുലർ ആയിട്ട് എക്സ് ലെസ് ദാൻ സൈ എന്നുള്ള സമയത്ത് ഒരു അനലിറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടും എക്സ് ഗ്രേറ്റർ ദാൻ സൈ എന്നുള്ള ഫോമിൽ അനദർ അനലിറ്റിക് എക്സ്പ്രഷൻ കൊണ്ടുമാണ് കെ എക്സ് ഐനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, ഈ കേസിൽ ഇൻഫൈനൈറ്റ്ലി മെനി ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ലാംഡ എന്ന് ഈ ഒരു ഫംഗ്ഷൻസിന് വരുന്നത് പോസിബിൾ ആണ്. അതേപോലെ ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഇതിലെ ഒരു റിസൾട്ട് ആണ് പറയുന്നത്. Let ymx and ynx be characteristic functions corresponding to the characteristic numbers lambda m and lambda n respectively of the homogeneous Fredholm equation. Y of x is equal to lambda integral a to b k of xi y of psi d psi. And suppose that k of xi is symmetric, then ymx and ynx are orthogonal over the interval ab. ymx ഉം ynx ഉം ലാംഡ എമ്മിനും ലാംഡ എന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ആണ് എങ്കിൽ, k of xi എന്നുള്ളത് സിമെട്രിക് കേർണലും ആണ് എങ്കിൽ, ymx and ynx are orthogonal over the interval ab എന്നുള്ളതാണ് റിസൾട്ട്. അതായത് ഇന്റഗ്രൽ a to b ymx into ynx dx is equal to 0 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. സൊല്യൂഷനിലേക്ക് പോവാം. ഇതിന്റെ പ്രൂഫ്, notice that lambda equal to 0 cannot be a characteristic number since it leads to the trivial solution y of x is equal to 0. lambda equal to 0 എന്നുള്ളത് ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആവുന്നത് പോസിബിൾ അല്ല. അപ്പം ലാംഡ ഒരു ഈക്വൽ ടു 0 എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആണ് എങ്കിൽ അതിനായി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആയിട്ട് വരിക y of x is equal to 0 എന്നുള്ള ഫോമിൽ വരും. കാരണം ഇത് ഹോമോജീനിയസ് ഫ്രെഡോം ഇക്വേഷൻ, ഹോമോജീനിയസ് ഇക്വേഷൻ ആയതുകൊണ്ട് ലാംഡ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വരുന്നത് 0, y of x is equal to 0 എന്നുള്ളതായിരിക്കും. ആ ട്രിവിയൽ സൊല്യൂഷൻ ആണ് വരിക. അപ്പോൾ ലാംഡ cannot be 0. The functions ymx and ynx must satisfy. അപ്പം ymx and ynx എന്നുള്ളത് രണ്ട് സൊല്യൂഷൻസ് ആണ്. അതുകൊണ്ട് ymx can be represented as lambda m integral a to b k of xi ym psi d psi, and ynx is equal to lambda n integral a to b k of xi yn psi d psi. കാരണം ym ഉം yn ഉം രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞാൽ രണ്ട് സൊല്യൂഷൻസ് ആണ്. ഇനി ഇതിനെ നമ്മൾ ഇക്വേഷൻ 2, ഇക്വേഷൻ 3 എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇക്വേഷൻ 2നെ ynx കൊണ്ടും ഇക്വേഷൻ 3നെ ymx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം ഇക്വേഷൻ 2നെ ynx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a to b എന്നുള്ള ഇന്റഗ്രല് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇന്റഗ്രൽ a to b ymx into ynx dx is equal to lambda m into ഇന്റഗ്രൽ a to b ynx എന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ynx into പിന്നെ ഈ ടേം അതേപോലെ ഉണ്ടാവും, ഇന്റഗ്രൽ a to b k of xi ym psi d psi dx. ഇനി ഈ ഒരു ഇന്റഗ്രലിൽ നോക്കുക, ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഇന്റഗ്രലിൽ ynx into
വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള, അതായത് ആദ്യം ഇവിടെയുള്ള ഇന്റഗ്രല് വിത്ത് റെസ്പെക്ട് ടു സൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒരു ഇന്റഗ്രലിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇന്റഗ്രൽ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വൈ എം സൈ എന്നുള്ളതിനെ ആദ്യം എടുക്കാം. കെ ഓഫ് എക്സ് ഐ എന്നുള്ളതിൽ കെ ഓഫ് എക്സ് ഐ എന്നുള്ളതിൽ എക്സും സൈയും വരുന്നതുകൊണ്ട് അതിനെ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എഴുതി ഇന്റഗ്രേഷന്റെ ഓർഡർ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ എം ഇന്റഗ്രൽ എ ടു ബി വൈ എം സൈ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഐ വൈ എൻ എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇനി ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഐ വൈ എൻ എക്സ് ഡി എക്സ് എന്നുള്ളതിനെ സെപ്പറബിൾ സിമെട്രിക് ആയതുകൊണ്ട് കെ ഓഫ് സൈ എക്സ് വൈ എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇനി ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക. ഈ ഒരു എക്സ്പ്രഷനെ വൈ എം സൈ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് വൈ എൻ എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ലാംഡ എൻ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് ഐ വൈ എൻ സൈ ഡി സൈ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇതിനെ നമുക്ക് അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് സൈ എക്സ് വൈ എൻ എക്സ് ഡി എക്സ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വൈ എൻ എക്സ് ബൈ ലാംഡ എൻ എന്നുള്ള വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാംഡ എം ഇറ്റ്സ് ഈക്വൽ ടു ലാംഡ എം ഇന്റഗ്രൽ എ ടു ബി വൈ എം സൈ വൈ എൻ എക്സ് ബൈ ഹോൾ ഡിവൈഡ് ബൈ ലാംഡ എൻ ഡി എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ലാംഡ എന്നിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാംഡ എം ബൈ ലാംഡ എൻ ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എൻ എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിൽ വരും. ഇറ്റ്സ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈ ലാംഡ എൻ എന്നുള്ളതിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാംഡ എൻ ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എം ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എൻ എക്സ് ഡി എക്സ്. അപ്പൊ ഈ വൈ എം എക്സും വൈ എൻ എക്സും ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് വൈ എൻ എക്സ് എന്നുള്ളത് കോമൺ ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്നിച്ച് ഒരു സിംഗിൾ ടേം ആയിട്ട് ഇതിനെ ഒരേ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ലാംഡ എം മൈനസ് ലാംഡ എൻ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എൻ എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിൽ എഴുതാം. ലാംഡ എം ആൻഡ് ലാംഡ എൻ ആർ ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ഇവ രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു റിസൾട്ടും കൂടെ ഉണ്ട് ഈ ഒരു പാർട്ടിൽ. The characteristic numbers of a Fredholm equation with real symmetric kernel are all real. അതായത് ഒരു ഫ്രെഡോം ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും എന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് എല്ലാം ഫ്രെഡോം ഇക്വേഷന്റെ സിമെട്രിക് കേർണൽസ് വരുന്ന ഫ്രെഡോം ഇക്വേഷൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പേഴ്സ് എല്ലാം റിയൽ ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട്. അപ്പം നമ്മൾ സപ്പോസ് ദി കോൺട്രറി ദാറ്റ് ലെറ്റ് ലാംഡ എം ഇസ് ഈക്വൽ ടു ആൽഫ എം പ്ലസ് ഐ ബീറ്റ എം ബി എ ക്യാരക്ടറിസ്റ്റിക് നമ്പർ. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫോമിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ വരുന്നത് വൈ എം എക്സ് ഇസ് ഈക്വൽ ടു എഫ് എം എക്സ് പ്ലസ് ഐ ജി എം എക്സ് എന്നുള്ളതാണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം with the corresponding characteristic function. Then the complex conjugate. ഒരു ലാംഡ എം ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആണ് എങ്കിൽ ലാംഡ എം ബാർ എന്നുള്ളതും ഇതിന്റെ കോൺജുഗേറ്റ് നമ്പറും ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേറ്റും മസ്റ്റ് ആയിട്ടും ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആയിരിക്കും. Then the conjugate lambda m whole bar it's equal to lambda m alpha m minus I beta m should be also a characteristic number corresponding to the characteristic function ymx whole bar. ഈ ymx ന്റെ കോൺജുഗേറ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലാംഡ എമ്മിന്റെ കോൺജുഗേറ്റും ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ym bar x is equal to fnx minus igmx എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഓർത്തോഗണൽ പ്രോപ്പർട്ടിയിൽ വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു ഫോർമുല ഉണ്ടല്ലോ, ലാംഡ എം മൈനസ് ലാംഡ എൻ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ 4 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ 4 നമ്മൾ കൊടുത്തത് ഈ ഒരു തിയറത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ലാംഡ എം മൈനസ് ലാംഡ എം ഹോൾ ബാർ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എം എക്സ് ഹോൾ ബാർ ഡി എക്സ് ഈക്വൽ ടു 0. ഇനി നോക്കുക, ലാംഡ എം മൈനസ് ലാംഡ എം ബാർ എന്നുള്ളത് ലാംഡ എമ്മിന്റെ വാല്യൂ ആൽഫ എം പ്ലസ് ഐ ബീറ്റ എം, ലാംഡ എം
കോൺജുഗേറ്റിന്റെ നമ്പർ ലാംഡ ആൽഫ എം മൈനസ് ഐ ബീറ്റ എം രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2i ബീറ്റ എം എന്നുള്ളത് കിട്ടും. ലാംഡ എം ആൽഫ എമ്മും മൈനസ് ആൽഫ എമ്മും ക്യാൻസൽ ചെയ്തു പോകും. ഇതേപോലെ തന്നെ വൈ എം എക്സ് ഇൻറ്റു വൈ എം എക്സ് ഹോൾ ബാർ ഇവയുടെ പ്രോഡക്റ്റ് കോൺജുഗേറ്റ്സിന്റെ വൈ എം എക്സ് ഇൻറ്റു വൈ എം എക്സ് ബാർ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ എഫ് എം എക്സ് പ്ലസ് ഐ ജി എം എക്സ് പ്ലസ് എഫ് എം ഇൻറ്റു എഫ് എം എക്സ് മൈനസ് ഐ ജി എം എക്സ് എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്നുള്ള ഫോമിലാണ് വരുന്നത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള വരും. ദാറ്റ് ഈസ് എഫ് എം എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ജി എം എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ് വരുന്നത്. രണ്ട് സ്ക്വയേഴ്സിന്റെ സം ആയിട്ടാണ് വരുന്നത്. Therefore, നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ലാംഡ എം മൈനസ് ലാംഡ എം ഹോൾ ബാർ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ എം എക്സ് ഇൻറ്റു വൈ എം എക്സ് ഹോൾ ബാർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2i ബീറ്റ എം ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എഫ് എം സ്ക്വയർ എക്സ് പ്ലസ് ജി എം സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ ഒരു ടേം നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതി ഇൻറ്റു ഡി എക്സ് എന്നാണ് എഴുതേണ്ടത്. ഇറ്റ്സ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടും. ഇവിടെ ഇനി വൈ എം എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. വൈ എം എക്സ് എന്ന് പറയുന്നത് നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ അല്ലല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വൈ എം എക്സ് നോൺ സീറോ ആണ്. അതുകൊണ്ട് ഇന്റഗ്രൽ ഈ ഒരു ഇന്റഗ്രലിൽ ഒരിക്കലും വാനിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം വൈ എം എക്സ് ഒരു റിയൽ നമ്പർ ആണ്, 0 അല്ല എങ്കിൽ എഫ് എം സ്ക്വയർ പ്ലസ് ജി എം സ്ക്വയർ എന്ന് പറയുന്നത് ട്രിവിയലി ഈക്വൽ ടു 0 ആവാൻ പറ്റില്ല. ഇത് 0 വൈ എം എക്സ് 0 ആവുന്നുണ്ട് എങ്കിൽ മാത്രമേ എഫ് എം സ്ക്വയർ പ്ലസ് ജി എം സ്ക്വയർ എന്നുള്ളത് 0 ആവുന്നത് പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് എഫ് എം സ്ക്വയർ പ്ലസ് ജി എം സ്ക്വയർ എന്ന് പറയുന്നത് 0 അല്ല. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും 2i ബീറ്റ എം എന്നുള്ളത് 0 ആയിരിക്കും. അതായത് ബീറ്റ എം എന്നുള്ളത് മസ്റ്റ് ആയിട്ടും 0 ആയിരിക്കണം. ബീറ്റ എം 0 ആണ് എങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ലാംഡ എം ഇസ് ഈക്വൽ ടു ആൽഫ എം പ്ലസ് ഐ ബീറ്റ എം എന്നുള്ളതാണ്. Therefore ലാംഡ എം ഷുഡ് ബി റിയൽ. ഓക്കെ, താങ്ക് യു. ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു രണ്ട് റിസൾട്ടുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.